ഇനി ചെയ്യില്ല അല്ലാ, ഇനി തൊടില്ല അല്ലാ. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, ഇഖ്ലാസോടുകൂടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ തൗബ സ്വീകരിച്ചത്. അതുകൊണ്ട് പെങ്ങളെ, വെറുതെ കിടന്ന കാക്കയുടെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. പറയുമ്പോ ആത്മാർത്ഥമായിട്ട് പറയണം. ഏതുപോലെ എന്നറിയുമോ? ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുമ്പിൽ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുടിക്കാൻ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്, വല്ലാത്ത പ്രയാസമാണ്. അതാ കുട്ടികൾക്കും മൃഗങ്ങൾക്കും ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മഴ പെയ്യാൻ ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരോടും ഒരു ദിവസം ഒരുമിച്ച് കൂടാൻ, മഴ തേടിയിട്ട് ദുആ ചെയ്യാൻ അവിടുന്ന് ഒരു ദിവസം തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ. മൂസാ നബി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാണ്, മൂസാ ദുആ സ്വീകരിക്കൂല, ദുആ സ്വീകരിക്കൂല. കാരണം എന്തേ? അല്ലാ നിന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട്. 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരാൾ നിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരൂല, അവൻ എഴുന്നേറ്റ് പോകാതെ ദുആ സ്വീകരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് വിളിച്ചു പറയുകയാണ്, 70,000-ഓളം വരുന്ന ജനത തന്റെ മുമ്പിൽ ഇരിക്കുകയാ. 70,000-ഓളം വരുന്ന ജനത തന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. മൂസാ നബി വിളിച്ചു പറഞ്ഞു, 40 കൊല്ലമായി പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് പോകണേ, എഴുന്നേറ്റ് പോകണേ. ജനങ്ങൾ എല്ലാവരും നോക്കുന്നു, ആരാ? ആരാ? പടച്ചവനെ, അല്ലാഹനെ മറന്നു നടക്കുന്ന ആ മോശക്കാരനാരാട്? ചുറ്റുഭാഗം മുഴുവനും നോക്കുകയാണ്, ആരും എഴുന്നേക്കുന്നില്ല. ഈ പാപം ചെയ്തവനും അവിടെ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹുവേ, ഞാനിപ്പോ എഴുന്നേറ്റ് പോയാ എല്ലാരും കാണുമല്ലോ, നാണം കെടുമല്ലോ. പടച്ചവനെ, ആ മനുഷ്യൻ എഴുന്നേറ്റില്ല. ആ മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ ചിന്തിച്ചു, റബ്ബേ, ഞാൻ ഇത്രയും മോശക്കാരനാണോ? ഞാൻ ഇത്രയും വലിയ പാപിയാണോ? മഴ പോലും തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് പാപം ചെയ്തവനാണോ? ആ മനുഷ്യന് കുറ്റബോധമുണ്ടാവുകയാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ? മുട്ടിലേക്ക് തല താഴ്ത്തി വെച്ചു, മുട്ടിലേക്ക് തല താഴ്ത്തി വെച്ചു. എന്നിട്ട് അല്ലാഹനോട് പറഞ്ഞു, അല്ലാ ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവനെ. തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും അല്ലാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല തമ്പുരാന്. ആ മനുഷ്യൻ അല്ലാഹനോട് പറയുകയാ, ചെയ്തത് മുഴുവനും പാപമാണ് തമ്പുരാന്, സമ്മതിക്കുന്നു തമ്പുരാന്, കുറ്റബോധമുണ്ട് തമ്പുരാന്. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. അല്ലാഹുവേ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ
അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. ആകാശത്ത് കാർമേഘം കടന്നു വരികയാണ്. ആകാശത്ത് കാർമേഘം കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പടച്ചവനെ, ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അവിടുന്ന് പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷത്തിലാണ്. മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാഹ്, ആരും എഴുന്നേറ്റില്ലല്ലോ, ഞാൻ ദുആ ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനാ മഴ വന്നത്, പിന്നെ എങ്ങനാ മഴ പെയ്തത്? ജിബ്രീലേ, എന്താണ് സംഭവിച്ചത് ജിബ്രീൽ? മൂസ നബിയേ, 40 കൊല്ലം തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവോട് തൗബ ചെയ്തു. ആ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ. 40 കൊല്ലം അല്ലാഹനെ മറന്ന് നടന്ന മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ചെയ്ത മനുഷ്യൻ അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹ്, എന്റെ തൗബ സ്വീകരിച്ചാൽ നീ മഴ തരണം. അല്ലാഹു മഴ കൊടുത്തു. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. എന്റെ പെങ്ങളെ, തൗബ എന്ന് പറഞ്ഞാൽ, ഉസ്താദ്, എനിക്ക് ദുആ ചെയ്യാൻ അറിയില്ല, എനിക്ക് അറബി അറിയില്ല, പറയുന്ന എത്രയോ പേരുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ അറിയില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ അറിയോ? ആ അസ്തഗ്ഫിറുല്ലാഹ് തൗബയാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തൗബയാ. അല്ലാതെ തസ്ബീഹ് കയ്യിലിട്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അളിയ സുഖമാണോ അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ അത് കാര്യമില്ല. കയ്യിലടിച്ചുകൊണ്ട് നടക്കുന്നല്ല. അസ്തഗ്ഫിറുല്ലാഹിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. അസ്തഗ്ഫിറുല്ലാഹിയുടെ മഹത്വം അറിയോ? അസ്തഗ്ഫിറുല്ലാഹിയുടെ മഹത്വം അറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ് മഹാനായ മഹാന്മാരുടെ ചരിത്രം നമുക്ക് പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, മഴയില്ല, ഉസ്താദേ, മഴയില്ല, മഴ പെയ്യാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തരണം. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മഴയില്ലെന്ന് പറഞ്ഞപ്പോ പറയാം അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പോയി. രണ്ടാമതൊരാള് വന്നു, ഉസ്താദേ, മക്കളില്ല, കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി, മക്കളില്ല. ഉസ്താദ് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മൂന്നാമതൊരാള് വന്നു, കച്ചവടമൊക്കെ വലിയ പ്രയാസത്തില്ല. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. 3 പേർക്ക് ഒരു മരുന്ന്. 3 പേരോടും മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ കച്ചവടത്തിൽ ബർക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദെ, 3നും ഒരു മരുന്ന് തന്നെയാണോ? ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമ്പോ പനിയാണെങ്കിലും ഏത് അസുഖമാണെങ്കിലും ഇങ്ങനെ വാരി വാരി തരുന്നത് പോലെ അതൊരു ബർക്കത്താണ്. അറിയില്ല, 3 പേരോട് ഒരു മരുന്ന് തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞു കൊടുത്തത്, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. അസ്തഗ്ഫിറുല്ലാഹ് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ, മഴയില്ലേ അസ്തഗ്ഫിറുല്ലാഹ് പറ, മക്കളില്ലേ അസ്തഗ്ഫിറുല്ലാഹ് പറ. കണ്ട ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചിട്ട് ഉള്ളത് നഷ്ടപ്പെടുത്തി കളയല്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാത്ത പാപങ്ങളുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് മക്കളെ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു മക്കളെ കൊടുക്കണേ പടച്ചവനെ. മക്കളില്ലാത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ചില പെണ്ണുങ്ങൾക്ക് ക്രിമിയടിയുണ്ട്. ഇന്ന് പലപ്പോഴും സങ്കടത്തോടെ ഇന്നും ഒരു സഹോദരി പറഞ്ഞു, ഉസ്താദെ, ഈ മക്കളില്ലാത്തവരെ കാണുമ്പോ ചില പെണ്ണുങ്ങൾ ചോദിക്കും, ഒന്നും ആയില്ലേ? അവർക്കറിയാം ഒന്നും ആയില്ലെന്ന്, മക്കളായില്ല എന്നവർക്കറിയാം. എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും, ഒന്നും ആയില്ലേ, ഒന്നും ആയില്ലേ, ഒന്നും ആയില്ലേ. അത് കളിയാക്കല, അങ്ങനെ ചോദിക്കരുത്. നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന്, പിന്നെ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എടോ, മക്കളില്ലാത്തവരായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? അവരോട് നീ പറഞ്ഞു കൊടുക്ക അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. നിങ്ങൾക്കറിയോ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് മക്കളില്ല, നിങ്ങൾ അല്ലാഹുവിനെ കണ്ട പ്രവാചകനാ, നിങ്ങൾ അല്ലാഹുവിനെ കണ്ട പ്രവാചകനാ, അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ പെണ്ണിന് മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞു, മൂസാ ദുആ ചെയ്യണ്ട, ആ പെണ്ണ് പ്രസവിക്കാത്ത പെണ്ണാ. അതിനെന്താ പറയുക? പ്രസവിക്കാത്ത പെണ്ണിന് എന്തോ പറയും ഞങ്ങളുടെ നാട്ടിൽ, ഇവിടുത്തെ ഭാഷ എനിക്കറിയില്ല. ഈ പെണ്ണ് പ്രസവിക്കൂല. മൂസാ നബിയോട് ഈ പെണ്ണ് പിന്നെയും പറഞ്ഞു, നബി, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. മൂസാ നബി പിന്നെയും ദുആ ചെയ്തു. അല്ലാഹ് പറഞ്ഞു, അവള് പ്രസവിക്കാത്ത പെണ്ണാ, നിന്നോട് പറഞ്ഞില്ലേ മൂസാ? മൂസാ നബി അലൈഹിസ്സലാം ദുആ നിർത്തി. ഈ പെണ്ണ് പോയി. കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നു. മൂസാ നബിയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്നു. അപ്പൊ
അപ്പൊ മൂസാ നബി ചിന്തിച്ചു, പടച്ചോനെ ഇതാ ആ പെണ്ണ് വന്നിട്ട് പറയാ, നബിയെ എനിക്ക് കുഞ്ഞിനെ കിട്ടി കേട്ടോ, ഇത് നല്ല മോനാകാൻ ദുആ ചെയ്യണേ, എനിക്ക് അല്ലാഹ് സന്താനത്തെ തന്നു, നല്ല മകനാകാൻ ദുആ ചെയ്യും. മൂസാ നബി കണ്ണുന്നില്ല നിൽക്കുക, പടച്ചോനെ അല്ലേ പറഞ്ഞു ഇവള് പ്രസവിക്കൂല എന്ന്, പിന്നെ എങ്ങനെ മക്കളുണ്ടായേ? പഠിക്കണം. മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരോട് ഒരിക്കലും നിങ്ങൾ എന്തേ ആയില്ലേ എന്ന് ചോദിക്കരുത്. ഈ ദിക്ർ പറഞ്ഞു കൊടുക്കും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരുടെ വേദന, പലരും കല്യാണത്തിന് പോകത്തില്ലടോ, 4 പേര് കൂടുന്നിടത്ത് പോകത്തില്ല, സങ്കടം. കാരണം എന്താ? ഇന്നലെയും ഞാനൊരു സഹോദരി പറഞ്ഞു, ഉസ്താദെ സങ്കടവാ, എന്നും പൈസ നമ്മൾ വന്നപ്പോഴല്ല 14 വർഷമായിട്ട് മക്കളില്ലാത്തവർ, മക്കളൊക്കെ അള്ളാഹ് തരുമ്പോഴോ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, പടച്ചവനെ ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെങ്ങനാ? അപ്പോഴാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്ർ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും ഈ പെണ്ണ് പറഞ്ഞതൊരു ദിക്റാ. ആ ദിക്റിന്റെ മഹത്വം കൊണ്ടാ ഞാൻ മക്കളെ കൊടുത്തത് എന്ന് അള്ളാഹു പറയുകയാ. ആ ദിക്ർ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിക്റുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞിരട്ടെ ദിക്ർ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. യാ റഹീമു യാ അല്ലാഹ്. ഏതാ ദിക്ർ? ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്. പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞെന്താ? ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. മക്കളില്ലാത്തവർ ഇന്ന് മുതൽ പറ, കണ്ട ഗുളിക മേടിച്ച് കഴിക്കല്ലേ. മക്കളില്ലാത്ത സഹോദരി യാ റഹീമു യാ അല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പറ, അസ്തഗ്ഫിറുല്ലാഹ് പറ, നിനക്ക് അല്ലാഹു മക്കളെ തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യ്, തൗബ ചെയ്യ്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹ് പൊറുക്കും. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, ദുആയ്ക്ക് കുറവൊന്നുമില്ല. എല്ലാവരും അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ്. വെറുതെ ഇരുന്ന് തൗബ ചെയ്തിട്ട് കാര്യമില്ലടോ, ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ പറയണേ, പറയേണ്ടതുപോലെ പറയണേ. ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ, ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ. ഉസ്താദേ എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ കള്ളുകുടിച്ചിട്ടുണ്ട്, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട്, പലിശ കൊടുത്തിട്ടുണ്ട്, ഉസ്താദേ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട്. അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ? അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ? പെങ്ങളെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? പാപം ചെയ്യാത്ത ആരുമില്ല, പാപം ചെയ്യാത്ത ആരുമില്ല. എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ. എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അല്ലാഹ് പുറത്തു തരും പെങ്ങളെ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. നീ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ ഞാനൊരു തെറ്റ് ചെയ്തു, അള്ളാഹുവിനോട് ഞാൻ തൗബ ചെയ്തു, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ പശ്ചാത്തപിച്ചു, പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? നബിയെ ഞാൻ ഉദാഹരണം കള്ളു കുടിച്ചു, അള്ളാഹിനോട് പറഞ്ഞു ഇനി ഒരിക്കലും കുടിക്കത്തില്ലെന്ന്, പിന്നെയും കുടിച്ചു, എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു നബിയെ, തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു നബിയെ, തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു നബിയെ, തൗബ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. നീ തെറ്റ് ചെയ്താ നീ തൗബ ചെയ്യണം, നീ തെറ്റ് ചെയ്താ നീ തൗബ ചെയ്യണം. അവസാനം ആ സഹാബി ചോദിച്ചു, ഏതുവരെ? ഏതുവരെ? നബി തങ്ങൾ പറഞ്ഞു, ശൈത്താൻ തോറ്റുപോകുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ശൈത്താനല്ലേ ഇത് ചെയ്യിപ്പിക്കുന്നത്? ശൈത്താന് തന്നെ തോന്നണം ഇവനെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവൻ പിറ്റേ ദിവസം തൗബ ചെയ്യും. അപ്പൊ പിന്നെ എന്താ പണി? അതുകൊണ്ട് എന്റെ സഹോദര, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹിനോട് നീ തൗബ ചെയ്യും, അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു ഗഫൂറല്ലേ, അള്ളാഹു റഹീമല്ലേ. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാം ശാഫി തങ്ങളതാ പറയുന്ന ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. ഉമർ തങ്ങൾ കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ നീ എന്തിനാ കരയുന്നത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കരയുന്നു നബിയേ. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കരയുകയാണ്. അവന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. കിസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ തങ്ങളെ കരയാരോ? ആരാ പടച്ചവന്? ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരാ പറയുകയാണ്. അങ്ങനെ ഉമർ തങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഞാനൊരു പാപം ചെയ്തു നബിയേ, ഞാനൊരു പാപം ചെയ്തു നബിയേ. എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ആ ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എല്ലാ കാര്യങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ മയ്യത്ത് നിസ്കരിച്ചു, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് ഖബറിനകത്ത് ജനാസ ഇറക്കുകയാണ്, മണ്ണ് വെട്ടിയിടുകയാണ്. എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ, അവസാനം പോകുന്നത് ഞാനാ നബിയേ. എന്തിനാണെന്നറിയുവോ? ഖബറിന്റെ മുകളിൽ ഒരടയാളം വെക്കുകയാണ്. ഖബർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെച്ചു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് പോകുകയാണ്. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ വരികയാ. അടയാളം വെച്ച ഖബറിന്റെ മുകളിലെ മണ്ണ് മാറ്റുകയാണ്, മണ്ണ് മാറ്റുകയാണ്. ഖബറിലെ പലക മാറ്റുകയാണ്. ഖബറിനകത്ത് ഇറങ്ങുകയാണ്. ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ, ഞാൻ അടിച്ചെടുക്കും നബിയേ, ഞാൻ അടിച്ചെടുക്കും നബിയേ. ഇവൻ കള്ളനാണ്, മയ്യത്തിന്റെ കഫം തുണി മൂട്ടിക്കുന്ന കള്ളനാണ്. കഫം തുണി അടിച്ചെടുത്തിട്ട് പലകരത്തി പഴയതുപോലെ മണ്ണിട്ട് മൂടുകയാണ്. കഴുകി വൃത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന കള്ളനാണ് നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മോനെ അല്ലാഹ് നിനക്ക് പുറത്തു തരും, അല്ലാഹ് നിനക്ക് പുറത്തു തരും എന്ന് പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ ചെറുപ്പക്കാരൻ പിന്നെയും കിടന്ന് നിലവിളിക്കുകയാണ്, വല്ലാതെ കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ. ഞാൻ ഈ ലോകത്ത് ഏറ്റവും വലിയ പാപം ചെയ്തവനാ. എന്നെക്കാളും ഒരു പാവി ലോകത്തില്ല, എന്നെക്കാളും പാവി ലോകത്തില്ല. ഞാൻ അത്രയും വലിയ പാപം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, നീ എന്ത് പാപമാണ് ചെയ്തത്? നബിയേ, എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരിയായ ഒരു സ്വാലിഹത്തായ പെണ്ണു മരിച്ചു നബിയേ. ഒരു സ്വാലിഹത്തായ പെണ്ണു മരിച്ചു. അവളുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കി. ഞാൻ അടയാളം വെച്ചിട്ട് എന്റെ വീട്ടിലേക്ക് പോയി. രാത്രിയായപ്പോ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് കബറിന്റെ ചാരത്ത് വന്നു. മണ്ണ് വെട്ടി മാറ്റി, പലകയെടുത്തു മാറ്റി, കബറിനകത്തിറങ്ങി ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണികൾ ഞാൻ അടിച്ചെടുത്തു നബിയേ. എന്നിട്ട് പഴയതുപോലെ മണ്ണിട്ട് മൂടി. ഞാനിങ്ങനെ ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ഒരു നൂൽബന്ധം പോലുമില്ലാതെ, ഒരു
ബന്ധം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് ആ പെണ്ണിനോട് കൊതി തോന്നി നബിയേ. രണ്ടാമത് മൂടുകയാണ്. ഖബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണ് വെട്ടി മാറ്റി പലകയെടുത്തു മാറ്റി ഖബറിനകത്തിറങ്ങി. യാ റസൂലല്ലാഹ്, ഉടുതുണിയില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ഞാൻ കേറി പിടിച്ചു നബിയേ. ഉമർതങ്ങള് ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ തളർന്നുപോയി. നബിതങ്ങളിൽ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. കാരണം മയ്യത്തിനെ ഖബറിനകത്ത് വെച്ച് കേറി പിടിച്ചിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത് തൗബ, അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ നബിയേ? അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ നബിയേ? മയ്യത്തിനെ വ്യഭിചരിച്ചവൻ നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അതുകൊണ്ട് ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, അല്ലാഹ് പറയുകയാ നബിയേ, അങ്ങയുടെ ദാസന്മാരോട് പറ, എന്നോട് പറയാൻ കള്ളു കുടിച്ചിട്ടുണ്ടോ, വ്യഭിചരിച്ചിട്ടുണ്ടോ, ചെറുത് വലിയ പാപം ചെയ്തവരാണോ, എന്നോട് പറയാ, പറ നബിയേ. ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹ് പുറത്തു തരാമെന്ന് പറയുമ്പോ സദസ്സിലിരിക്കുന്നവര് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിനു തോന്നണമാ. പടിവാതിലൊഴിയാതെവിടെയും നീ കരയടേ. കണ്ണു കുടിച്ചെങ്കിൽ പറ കുടിച്ചെന്ന്, വ്യഭിചരിച്ചെങ്കിൽ പറ വ്യഭിചരിച്ചെന്ന്. പടച്ചവനെ തെറ്റ് ചെയ്തെങ്കിൽ എണ്ണി എണ്ണി അല്ലാഹുവിനോട് പറ. ഓരോന്നും അല്ലാഹുവിനോട് നീ എണ്ണി എണ്ണി പറ. എന്നിട്ട് പടച്ചവനോട് പറയണം. വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയുവോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ലോകത്ത് നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളുമില്ല. അല്ലാഹ്, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. എന്നിട്ട് പടച്ചവനോട് പറയണം, അല്ലാഹുവേ, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ. നഫ്സെന്ന ഉമ്പി തല്ലി വിട്ടു ചാദിച്ചതാ. നഫ്സ് ചതിച്ചതാ അല്ലാഹ്, ദുനിയാവ് പിഴപ്പിച്ചതാ അല്ലാഹ്. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അല്ലാഹ്, നീ കണ്ടാലും എനിക്കൊന്നുമില്ലെന്ന് കരുതിയിട്ട് അഹങ്കാരത്തോടെ ചെയ്തതല്ല റബ്ബേ, പറ്റിപ്പോയതാ അല്ലാഹ്. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അതുകൊണ്ട് സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. മോനെ
മരിക്കാൻ വലിയ രോഗങ്ങളൊന്നും വേണ്ട. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ പെങ്ങള്, തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ. തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹുവേ, തൗബ ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. തൗബ ചെയ്തിട്ട് മരിക്കാ ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അൽഹംദുലില്ലാഹ് പടച്ചവനെ, 2 ദിവസം നീണ്ടു നിന്ന് വഅദിന് സമാപ്തി കുറിക്കുകയാണ്, ദുആ ചെയ്യാൻ പോവുകയാണ്. പടച്ചവനെ, ഇത് അല്ലാഹു തരുന്ന ഒരു അവസരമാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാൻ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് ഹജ്ജ് ചെയ്ത ഹാജിയെ പോലെ, ഹജറുൽ അസ്വദ് മുത്തിയവരെ പോലെ ഈ സദസ്സിൽ നിന്നും മടങ്ങാൻ അല്ലാഹുവേ നീ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 കാര്യം കൊണ്ടുപോകണം. ഒന്നാമതായി കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? മരണം നിന്നെ തേടി വരുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ എവിടെ കിടന്നു മരിച്ചാലും, അത് റോഡിലാണോ, കടലിലാണോ, ഫ്ലൈറ്റിലാണോ, പള്ളിയിലാണോ, വീട്ടിലാണോ, ഐസിലാണോ, നീ എവിടെ കിടന്നു മരിച്ചാലും വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ. എങ്ങനെ മരിക്കണമെന്നറിയുമോ? നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ അവസാനമായിട്ട് പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ടേ മരിക്കാവോ, പറഞ്ഞിട്ടേ മരിക്കാവോ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. നീ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ, അത് നീ മരിക്കല്ലേ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്താ? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ചെയ്തവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. എങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണോ മരിക്കുന്നത്? അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നവന് സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അല്ലാഹു പറയുകയാണ്, ഒന്നാമത്തെ കാര്യം, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അവസാനമായിട്ട് നീ പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിങ്ങളിപ്പോ ചോദിക്കും, എന്റെ പൊന്നാര സിറാജ്, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എന്നോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചാൽ ഞാൻ പറയും. എല്ലാവർക്കും അറിയുന്ന ദിക്റാ. ഇത് പറയാനാണ് ഇത്രയും കിടന്ന് പറഞ്ഞത്.
മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ എനിക്ക് ഏത് കള്ളുകുടിയനോട് ചോദിച്ചാലും പറയുമല്ലോ. പള്ളിയും പട്ടവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മുസ്ലിമിനോട് ചോദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. എല്ലാവർക്കും അറിയുന്ന ഒരു വാചകമാണ്. ഉസ്താദ്, എനിക്ക് തഴമ്പുണ്ട്, എനിക്ക് താടിയുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്തവനാ, ഉംറ ചെയ്തവനാ, പള്ളി കമ്മിറ്റിക്കാരനാ, ആലിമ, പണ്ഡിതനാ, പ്രഭാഷകനാ, ഹാഫിള, ആലിമ. അടച്ചവനെ, ഞാൻ ഇപ്പോഴും കയ്യിൽ തസ്ബീഹ് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉസ്താദേ, നമ്മുടെ ഒക്കെ ഒരു വിചാരമുണ്ട്, നമ്മൾ മരിക്കുമ്പോ ഇത് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചു. നമ്മൾ ഇപ്പോഴേ ഉറപ്പിച്ചു വെച്ച് നടക്കുക. നമ്മളെല്ലാവരും ഇപ്പോഴേ ഉറപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. വാപ്പാ, നീ പൊട്ടനാകല്ലേ വാപ്പാ. നീ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവനാണല്ലോ. ഖുർആൻ എന്തേ നീ ഓതി നോക്കാത്തത്? ഖുർആനിനകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ചരിത്രമുണ്ടല്ലോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് പള്ളി കെട്ടിയ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പണിതിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് സ്വർഗ്ഗം തരണേ എന്നല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നല്ല, സമ്പത്ത് തരണമെന്നല്ല. എന്താണ് ഇബ്രാഹിം നബി അല്ലാഹുവോട് പറഞ്ഞതെന്നറിയോ? സുജൂദ് ചെയ്യാ ഞാനൊരു പള്ളി കെട്ടി പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. രണ്ടാമതായിട്ട് പടച്ചവനോട് പറയുകയാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. കേൾക്കാമെന്ന വാപ്പമാരോട് നിനക്ക് വല്ലാത്ത ഉറപ്പാ, നിനക്ക് വല്ലാത്ത ഉറപ്പാ. എന്നാ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുകയാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാനെ. മോനെ ചെറുപ്പക്കാരാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് ഉറപ്പിച്ച് നടക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഇന്ന രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചെയ്ത ഒരു ദുആ ഖുർആനിൽ കാണാം. റബ്ബികദ് ആതൈതനീ മിനൽ മുൽക് വഅൽതനീ മിന തഅവീലിൽ അഹാദീസ്. പടച്ചവനെ, സ്വപ്നമേഖാനം എനിക്ക് പഠിപ്പിച്ചു തന്നു റബ്ബേ. ഈജിപ്തിന്റെ ഭരണാധികാരം എനിക്ക് തന്നു റബ്ബേ. ഇതെല്ലാം നിന്റെ ഔദാര്യമാണ് റബ്ബേ. യൂസുഫിന് പണമല്ല വേണ്ടത്, അധികാരമല്ല വേണ്ടത്. യൂസുഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം തമ്പുരാനെ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം തമ്പുരാനെ. യൂസുഫ് നബിയുടെ ദുആയാണ്. യൂസുഫ് നബി ദുആ ചെയ്തത് എങ്ങനെയാണ്? വഅദ് കേൾക്കാമെന്ന പെങ്ങളെ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനോ പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. നബി തങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. എന്തിനാ കരയുന്നത്? എന്തു പറഞ്ഞിട്ടാ കരയുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തു ചെല്ലുമ്പോൾ എന്തു പറഞ്ഞിട്ടാ കരയുന്നതെന്നറിയുമോ? എന്തു പറഞ്ഞിട്ടാണ് നിങ്ങളെ രാത്രി കിടന്ന് കരയുന്നത്? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ? അങ്ങക്ക്
എനിക്കും ഉറപ്പില്ലേ നബിയേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ പറ്റുമെന്ന് അങ്ങേക്ക് ഉറപ്പില്ലേ നബിയേ? ആയിഷ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ ആയിഷ. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും മനസ്സു പറക്കുമല്ലോ. ആയിഷ അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്. എപ്പോ വേണമെങ്കിലും അല്ലാഹു തിരിച്ചു കളയുമല്ലോ. നിങ്ങളെ ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ അവന്റെ നാവ് പൊങ്ങണോ? അമ്മ കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ നിസ്കാരവും നോമ്പും കഥാ സദഖയുമായി നടക്കുന്നവരെ എത്രയോ പേര് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ഭാര്യമാർ ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ? പ്രവാചകന്മാരുടെ മക്കൾ ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ? നബി തങ്ങളുടെ സ്വഹാബത്ത് പലരും ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ? പടച്ചവനെ, താബീങ്ങൾ മരിച്ചവരുണ്ടല്ലോ, ആലിമീങ്ങൾ മരിച്ചവരുണ്ടല്ലോ, ഹജ്ജ് ചെയ്തവര് മരിച്ചവരുണ്ടല്ലോ. ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയായി സമുദായത്തില്. ഈമാനില്ലാതെ മരിച്ചു പോകുന്ന എത്ര പേരുടെ ജനാസ കണ്ടോ? പടച്ചവനെ, ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് മുഖത്ത് കൈവച്ചു പോകുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ കയ്യിലാ. എപ്പോഴാണ് പടച്ച റബ്ബ് തിരിക്കുന്നതെന്നറിയില്ല. ഒരാൾക്ക് നാവ് പൊങ്ങണോ? ആര് പറഞ്ഞു തന്നാൽ പറയാൻ നിന്റെ നാവിന് ശക്തി വേണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ നല്ല മരണം തരണേ അല്ലാഹ്. ആ മരണ സമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. പടച്ചവനെ, തകർന്നിരിക്കുന്ന ഒരു പള്ളി പണിയാനാണ്, ഒരു പുതിയ മസ്ജിദ് പണിയാനാണ്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. പാവങ്ങൾക്കല്ല, രോഗികൾക്കല്ല, യതീമീങ്ങൾക്കല്ല, ഒരു പള്ളി പണിയാനാണ്, ഒരു പള്ളി നിർമ്മിക്കാനാണ്. സംഘാടകർ ബക്കറ്റുമായിട്ട് മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, കണ്ടില്ലെന്ന് നടിക്കുന്നവർക്ക് കണ്ടില്ലെന്ന് നടിക്കാം, അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം. അല്ലാഹു തന്നതിൽ നിന്നൊരു സദഖ എടുത്ത് കൊടുക്കണം. ആ ബക്കറ്റിന്റെ അകത്തേക്ക് അല്ലാഹു തന്നതിൽ നിന്നൊരു സദഖ എടുത്തിടണോ? എന്നിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ എനിക്ക് നല്ല മരണം തരണേ അല്ലാഹ്. നിനക്ക് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയാറ് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. സമൂനെ, സദഖ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കാട്. അല്ലാഹുവിന് നിന്റെ പണം വേണ്ട, ഈ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം നിനക്ക് എന്തെന്നറിയുമോ? സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇന്നലെ ഞാൻ കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിലേക്ക് കയറി. ഐസിയുവിനകത്ത് കയറുമ്പോ എത്രയോ ഉപ്പമാര്, എത്രയോ ഉമ്മമാര് പടച്ചവനെ അവരുടെ കഴുത്തിന്റെ ഭാഗത്ത് ദ്വാരമിട്ടിട്ട് ഓക്സിജൻ കൊടുക്കുകയാ. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരുപാട് പാവങ്ങളെ കണ്ടു, ഒരുപാട് രോഗികളെ കണ്ടു. പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. അല്ലാഹുവേ, നീ ശിവ കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്ന് രോഗങ്ങളെ കടന്നു വരികയാണ്. തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ പടച്ചവനെ, എന്റെ ഒരു സുഹൃത്തിന്റെ ഭർത്താവ് കിടക്കുകയാണ്. 44 വയസ്സുള്ള ചെറുപ്പക്കാരൻ അറ്റാക്ക് വന്നിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയാ. 48 മണിക്കൂർ പറഞ്ഞിരിക്കുകയാണ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ കരുണ കാണിക്കണേ അല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാടോ എപ്പോഴെവിടെ വെച്ച് എന്തും സംഭവിക്കാം. അതുകൊണ്ട് ബക്കറ്റിലേക്ക് സദക്ക എടുക്കുമ്പോ അല്ലാഹുവോട് പറയണം, പടച്ചവനെ, അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, ഈമാനില്ലാത്ത മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ മാരകമായ രോഗങ്ങളുടെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ നിന്റെ പള്ളിക്ക് കൊടുക്കുന്ന ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിങ്ങളെ സദഖ കൊടുക്കുമ്പോ അല്ലാഹുവോട് നീ പറയണം, പടച്ച റബ്ബേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമെന്ന ഒരു നിയത്തോടെ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ പറ്റുന്നവര് കൊടുക്ക്. ഇല്ലെങ്കിൽ കയ്യും കെട്ടിയിരുന്നോ. തലയുടെ മുകളിൽ ഒരു മലക്ക് ഇരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെയും തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്ത് നീ അതിനകത്തിട്ടാൽ ആ മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കു കൊടുത്തു നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യും. നിന്റെ പോക്കറ്റിന്റെ അകത്ത് കാശ് വെച്ചിട്ട് നീ പൊട്ടം കളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി സമാധാനത്തോടെ നിനക്ക് വീട് വെക്കാനല്ല, ബക്കറ്റുമായിട്ട് പോകുമ്പോൾ ഒരു നാണക്കേടുമില്ല. നാണക്കേടുള്ളവൻ ബക്കറ്റിന് പോകരുത്. നീ പോയി ധൈര്യമായിട്ട് ഓരോ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് സമാധാനത്തോടെ പൈസ വാങ്ങി, നിനക്ക് സ്വർഗം കിട്ടും ഇൻഷാ അല്ലാഹ്. പൊക്കോ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും പോക്കറ്റ് കൈയിട്ടെ, ഒന്ന് പോക്കറ്റ് കൈയിട് വാപ്പ. മസിൽ പിടിച്ചിരിക്കണ്ട. തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കിന്റെ ദുആ നിന്റെ തലവര തന്നെ മാറ്റും. തലയുടെ മുകളിൽ നിൽക്കുന്ന ഒരൊറ്റ മലക്കിന്റെ ദുആ മതി നിന്റെ തലവര മാറാൻ. ഒന്നുകിൽ അത് അനുകൂലമാകും, അല്ലെങ്കിൽ നിനക്കെതിരാകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. സഹോദരിമാരൊക്കെ ഇൻഷാ അല്ലാഹ് പൈസ ഇല്ലേ, ഉള്ള സ്വർണ്ണം ഊരി അതിനകത്തിട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകന്മാർക്ക് പോലും ആ ഉറപ്പില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും ആ ഉറപ്പില്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് എന്താ സഹോദരൻ, എന്തുറപ്പാ നമുക്കുള്ളത്? അതുകൊണ്ട് ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും, എന്റെ പൊന്നാര സിറാജ് ഉസ്താദെ, നിങ്ങൾ പറയുന്നത് കേട്ടാ ഇനിയിപ്പോ ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? അള്ളാഹു പറയുകയാ, ഞാൻ തരാം. അല്ല ചോദിക്കുകയെ, ആർക്കാ നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. എനിക്കാരും പൈസ ഒന്നും തരണ്ട. അള്ളാഹു പറയുകയെ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യ്, നിങ്ങൾക്ക് നല്ല മരണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ നല്ല മരണം തരാം. അള്ളാഹു ആ ഒരു നന്മ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ആ ഒരു നന്മ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പൈസ ഒന്നുമല്ല പേടിക്കേണ്ട, പിരിവൊന്നുമല്ല. നിങ്ങൾ കഷ്ടപ്പെടുവോ ഉറക്കു വഴിയോ ഒന്നും വേണ്ട. ഒരു നന്മ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അള്ളാഹു ആ നന്മ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ചെയ്തൂടെ? ഞാൻ ഇരുന്ന് പ്രസംഗിച്ചോട്ടെ. ഒന്നാമത് എനിക്ക് സുഖമില്ല, ചെറിയ മഞ്ഞപ്പിത്തമുണ്ട്. ഉറക്ക ഒഴിയരുത്, റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സംഘാടകരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മരിച്ചെന്ന് പറഞ്ഞാലും പറയും സ്റ്റേജിലൊന്ന് വന്നിട്ട് പോകാൻ പറയും. അതാ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ.
അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. അപ്പൊ നല്ല മരണം വേണം. അല്ലാഹ് പറയുകയാ, ഞാൻ തരാം. നിങ്ങൾക്ക് ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. നീ എന്ത് ചെയ്താൽ മതി? ഒറ്റ നന്മ ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കവരാമ്യം പറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താണ് ആ നന്മ? എന്താണ് ആ നന്മ? അല്ലാഹു പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹ് പറയുകയാണ്, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം 5 നേരം ബാങ്ക് വിളിക്കും. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് 2 പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയം ആരെങ്കിലും പള്ളിയിൽ പോയി, ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുക, പെണ്ണുങ്ങൾ അവരവരുടെ വീട്ടുകളിൽ നിസ്കരിക്കുക. നിസ്കരിച്ചാൽ അള്ളാഹു 2 പ്രതിഫലം തരും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? ഒന്നാമത്തെ പ്രതിഫലം എന്താ? മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം തരും അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ഉറക്കപ്പറ, ആര് തരും ഭക്ഷണം? അല്ലാഹ് എങ്ങനെ വാക്ക് പാലിക്കുവോ? അല്ലാഹ് പറ്റിക്കോ വാക്ക് പാലിക്കുവോ? നിങ്ങൾ എന്താ എങ്ങനെ ഇരിക്കുന്നേ? അല്ലാഹ് എങ്ങനെ വാക്ക് പാലിക്കുന്ന ആളാണോ പറ്റിക്കുന്ന ആളാണോ? അല്ലാഹ് പറയുകയാ, മരിക്കുന്ന കാലം വരെ. ഞാൻ പറഞ്ഞതല്ല. സൂറത്ത് ത്വാഹയുടെ 132-ാമത്തെ ആയത്ത് ഇന്ന് വീട്ടിൽ പോയിട്ട് എടുത്തു നോക്ക്. അല്ലാഹ് പറയുന്നു, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പറ മനുഷ്യന്മാർ, എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിനക്കിതല്ലേ വേണ്ടേ? നീ ഇതിനു വേണ്ടിയല്ലോ രാവും പകലും കിടന്ന് ഓടുന്നേ, ഉറക്കമൊഴിയുന്നത്, കഷ്ടപ്പെടുന്ന എന്തിനാ? മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും യാചിക്കരുത്. നിനക്ക് ഭക്ഷണത്തിന് വേണ്ടിയല്ലേ, ഭാര്യക്കും മക്കൾക്കും കൊടുക്കാനല്ലേ കഷ്ടപ്പെടുന്നേ? അല്ലാഹ് പറയുന്നു, ഞാൻ തരാം, നീ നിസ്കരിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പള്ളിയുടെ മുമ്പിൽ കടയുണ്ട്, ബാങ്ക് വിളിച്ചു നിസ്കരിക്കാൻ പോകുന്നില്ലേടാ, കസ്റ്റമർ ഇപ്പൊ വരും. വെള്ളിയാഴ്ച 12:30 കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് പോകുന്നില്ലേ? എല്ലാ മുസ്ലിമും കടയടച്ചിട്ട് പോയിരിക്കുക. ഇപ്പോഴാ കച്ചവടം ഉള്ളത്, നമ്മൾ അവിടെ നിൽക്കുക. 2ാമത്തെ ഖുതുബ തീരുമ്പോ ഓടാൻ. സഹോദരൻ, നമുക്കപ്പോഴും കച്ചവടം. 2 നില വീട്, ഗൾഫിൽ നിന്ന് പൈസ വരുന്നുണ്ട്. അപ്പൊ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ വീടിന്റെ മുമ്പിൽ കസേരയുടെ മുകളിൽ കട്ടൻ പീടി വലിച്ചുകൊണ്ടിരിക്കാമല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പള്ളിയിൽ പോകാൻ വയ്യ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് അല്ലാഹുവിനെക്കാളും വലുത് ഹയ്യ അലൽ സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ നിനക്ക് പോകാൻ വയ്യ. പണം ഉണ്ടാക്കണം, നിനക്ക് സമ്പത്ത് വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് കച്ചവടം വേണം. കാരണം അല്ലാഹുവിനെക്കാളും വലുത് പണമായി പോയി. എങ്കിൽ സഹോദരനോട് ചോദിക്കട്ടെ, കട തന്നതാരാടാ? അല്ലാഹ്. പണം തന്നതാരാ? അല്ലാഹ്. കച്ചവടം തന്നതാരാ? അല്ലാഹ്. ആരോഗ്യം തന്നതാരാ? അല്ലാഹ്. വീട് തന്നതാരാ? അല്ലാഹ്. ഈ അല്ലാഹ്ക്ക് തരാ മാത്രമല്ല അറിയുന്നത്, ഈ അല്ലാഹുവിനെ തരാ മാത്രമല്ല അറിയുന്നത്, അല്ലാഹുവിന് മറ്റൊന്നുകൂടെ അറിയാം. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. നിന്നെ യതീംഖാനയിലാക്കാനും അല്ലാഹുവിനറിയാം. പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്ത നിന്നെ കൊണ്ടുവന്ന് പള്ളിയുടെ മുമ്പിൽ തോർത്തു വിരിച്ചിട്ട് ഇരുത്തി യാചിപ്പിക്കാനും അല്ലാഹുവിനറിയാം. നിന്റെ വീട് മുഴുവനും, വീടും പറമ്പും നീ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് തീർക്കാൻ, എന്നിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ആക്കാനും അല്ലാഹുവിനറിയാം. കാരണം നീ ആരാ? നന്ദികേട് കാണിച്ചവനാണ്. പടച്ച റബ്ബിനോട്
റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണ്. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ മുടക്കിയാൽ, കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ആരെങ്കിലും മുടക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാഫിർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം, അവന്റെ ആഖിബത്ത് പോലും മോശമായി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണമില്ലാതെ മുടക്കിയാൽ എന്താണ് കാരണം? നിസ്കാരം മുടക്കാനുള്ള കാരണം എന്താണ്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവന് കടന്ന് നിസ്കരിക്കണം. പിന്നെ മഹാന്മാര് ഇമാമുമാര് പറയുകയാണ്, കടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവന് കൈകാലുകൾ അനക്കണം, അതിന് പറ്റാത്തവന് ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. അപ്പം മരിക്കാൻ കിടക്കുന്നവന് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാ. പിന്നെ എങ്ങനാ സഹോദരാ? ആ കണക്ക് നോക്കിയാ എത്ര പേര് മുസ്ലിമായിട്ടുണ്ട്, എത്ര മുസ്ലിമീങ്ങളാണ് നമ്മൾക്കിടയിലുള്ളത്. അതുകൊണ്ട് മുസ്ലിമേ, അല്ലാഹു പറയുകയാ, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക, ഞാൻ തരാം ഭക്ഷണം. മരിക്കുന്ന കാലം വരെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, കടയുടെ ഷട്ടർ തട്ട് നീ പള്ളിയിലേക്ക് പോകൂ. പടച്ചവനെ ജോലിയാട്, മോനെ നിസ്കരിക്കാൻ സമയമായി. പടച്ചവനെ നീ പള്ളിയിൽ പോയില്ലെങ്കിലും ഉള്ള സൗകര്യത്തിലെങ്കിലും നീ പെട്ടെന്ന് നിസ്കരിക്കൂ. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 5 വഖത്ത് നിസ്കരിക്കൂ. മരിക്കുന്ന കാലം വരെ യാചിക്കാതെ ജീവിക്കാം. അല്ലാഹു പറയുകയാ, 5 നേരം നിസ്കരിക്ക്, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.